ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങാടിപ്പുറത്ത് വീട്ടിൽ പോകാണ് കേട്ടോ. അങ്ങാടിപ്പുറത്ത് എൻ്റെ അമ്മാൻ്റെ വീടാണ്. അങ്ങാടിപ്പുറത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അമ്പലത്തിൽ എന്തോ പരിപാടി ആയതുകൊണ്ടാണ് ഇന്ന് പുടുത്ത മുട്ടൊക്കെ പെട്ട് വീട്ടിലെത്തിയപ്പോഴേക്കിന് ഒരുപാട് ടൈം ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല, നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായി. അത് വന്നത് കൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും നല്ല നെയ്മീൻ പൊരിച്ചതും അതുപോലെ തന്നെ അവിയലും പയറുപ്പേരും എല്ലാം ഉണ്ടായിരുന്നു ഫുഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കം പാസ്സാക്കി ഞങ്ങൾ വെറുതെ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ റെയിൽവേ ഉള്ളത്. കുറച്ചങ്ങോട്ട് നടന്നു പോയാൽ മതി. അങ്ങനെ മക്കളെയും കൂട്ടിയിട്ട് ഞങ്ങൾ വെറുതെ ചുമ്മാ അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറേ നേരം റെയിൽമേ കൂടെ നടക്കും ചെയ്യാമല്ലോ. പിന്നെ ട്രെയിൻ വരാല്ല ആ ഒരു ടൈമും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് അതും കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് റെയിൽമേ കൂടെ ഇങ്ങനെ നടന്ന് പെട്ടെന്ന് തന്നെ ബാക്കൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ വരുന്നു. ആദ്യമൊക്കെ ഈ ട്രെയിൻ ഇവിടെ എത്തുമ്പോൾ നല്ല ഹോണടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒന്ന് ട്രെയിന് വരുമ്പോൾ ഒരു ഹോണടിയും കാര്യങ്ങളൊന്നുമില്ല. എന്തോ ഒരു ഭാഗ്യത്തിൽ ഞങ്ങൾ തിരിഞ്ഞ് നോക്കിയതും കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങാടിപ്പുറത്തെ വീട്ടിൽ ഞങ്ങൾ 2 ദിവസം മാത്രമേ നിന്നിട്ടുള്ളൂ കേട്ടോ. ആ 2 ദിവസത്തെ വീഡിയോ ഞാൻ ഒന്നിച്ച് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അമ്മായി നല്ല ബീഫ് ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും പാടെ കൂടി ഒന്നിച്ചിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇശല് വാരി കൊടുത്താൽ മാത്രമേ ഇവന് ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. ഞങ്ങളൊന്നും വാരി കൊടുത്തിട്ട് ആൾ ഫുഡ് തന്നെ കഴിക്കണം. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു വൈകുന്നേരത്ത് ഞങ്ങളൊന്ന് പുറത്ത് ചാടി കേട്ടോ. അതായത് ഇമ്മാൻ്റെ ഒരാങ്ങളുടെയും അതുപോലെ തന്നെ ഉമ്മാൻ്റെ ഏട്ടത്തിയുടെ ഒക്കെ വീട് അങ്ങാടിപ്പുറത്തെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഞങ്ങൾ വന്നാൽ പിന്നെ എല്ലാ വീട്ടിൽ കൂടി ഒന്ന് ഞങ്ങൾ വന്നിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ടും വരും കേട്ടോ. അതായത് ഒരു ദിവസം എല്ലാവരും ഇവിടെയും കൂടിയിട്ടാണ് പിന്നെ അവരൊക്കെ പോകും. മക്കൾക്കൊക്കെ സ്കൂളിലുള്ളത് കൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ട് വരാറില്ല കേട്ടോ. അതായത് ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു 2 ദിവസമൊക്കെ വന്ന് നിന്ന് പോവാന്നല്ലാതെ അങ്ങനെ എപ്പോഴൊന്നും ഇങ്ങോട്ട് വരാം. ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ സ്കൂളും മദ്രസകൾ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഒന്നും വരാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ എന്താ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോരാന്നൊക്കെ വിചാരിച്ച് സെറ്റായി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു പോരൽ നടക്കൂല. പിന്നെ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരുമ്പോൾ ആ ഒരു പോരൽ മാത്രമേ നടക്കൂ. ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്തമ്മാൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ മൂത്തമ്മ പുതിയ വീട് വെച്ചതാണ്. ഇതിൻ്റെ ഹൗസ് വാമിൻ്റെ അന്ന് എന്തോ ഒരു കാരണം കൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു വീട് കാണുന്നത്. അപ്പോൾ ഞാൻ വീടൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടപ്പോൾ ഇങ്ങനെ മൂത്തമ്മ ചായയും അതുപോലെ തന്നെ എണ്ണക്കടിയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ പിന്നെ എല്ലാവരും ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ച് നിന്നിട്ട് ഒരുപാട് വൈകിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ തിരിച്ചു പോരും ചെയ്തു. അന്നത്തെ രാത്രി അമ്മാവിൻ്റെ മോളെയും കൊണ്ട് ഞങ്ങൾ മൈലാഞ്ചി കടിയിച്ചിട്ട് ആൾ നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇടും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോന്നിട്ടുണ്ട്. തിരിച്ചു പോരുമ്പോൾ പിന്നെ വല്ലാത്തൊരു ഇടങ്ങേറാക്കാരം കേട്ടോ. അതായത് ഈ 2 ദിവസം നല്ല അടിച്ചു പൊളിച്ച് ഹാപ്പിയായി എല്ലാവരും നല്ല സന്തോഷത്തിലാകാരം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങേറാക്കാരം. അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു വീഡിയോ.